നിലമ്പൂരിൽ എം സ്വരാജിനെ CPM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ജോത്സ്യനെ കണ്ട വിജയസാധ്യത പരിശോധിച്ച ശേഷം. ജോത്സ്യനെ കണ്ട് നല്ല ദിവസം നോക്കിയാണ് AKG സെന്ററിന്റെ ഗൃഹപ്രവേശന കർമ്മം നടത്തിയതെന്നും വെളിപ്പെടുത്തൽ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജോത്സ്യനെ കണ്ടത് 3 തവണയെന്നും ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരൻ CPMന്റെ ഇരട്ടത്താപ്പ് ചർച്ചയാക്കി സോഷ്യൽ മീഡിയ. സ്വരാജിനെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂർ പയ്യന്നൂരിലെ പ്രശസ്തനായ ജോത്സ്യൻ മാധവ പൊതുവാളിനെ കണ്ട് വിജയസാധ്യത പരിശോധിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരനാണ് MV ഗോവിന്ദനും മാധവ പൊതുവാളും തമ്മിലുള്ള കൂടിക്കാഴ്ച ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ വൈകിയത് ജോത്സ്യന്റെ പ്രവചനം വൈകിയത് കൊണ്ടാണെന്നും പോസ്റ്റിൽ പറയുന്നു. പുതിയ AKG സെന്ററിന്റെ ഗൃഹപ്രവേശന കർമ്മം 10ാം ഉദയത്തിൽ നടത്തുന്നതിനും മൂത്ത മകനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലും MV ഗോവിന്ദൻ ജോത്സ്യനെ കണ്ടിരുന്നതായും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. വടകരയിൽ മത്സരിച്ച KK ശൈലജയും ജോത്സ്യനെ കണ്ടിരുന്നതായി വെളിപ്പെടുത്തലുണ്ട്. ഹൈന്ദവ ധർമ്മത്തെയും ആചാരവിശ്വാസ പദ്ധതികളെയും സ്ഥിരമധിക്ഷേപിക്കുന്ന CPM നേതാക്കൾ രഹസ്യമായി ജ്യോതിഷത്തെ ആശ്രയിക്കുന്നതിലെ ഇരട്ടത്താപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.